ഇനി ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. കൊല്ലത്തെ നടുക്കി രണ്ടിടത്തായ ആക്രമണം. കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് വധശ്രമ കേസിൽ പ്രതിയായ താച്ചയിൽ മുക്ക് സ്വദേശി സന്തോഷ്. കൊലപാതകം വീടിന് നേരെ ബോംബെറിഞ്ഞ ശേഷം. ഉച്ചിറ വവ്വാക്കാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. ഗുണ്ട കുടിപ്പക സംശയിച്ച് പോലീസ്. പണം നൽകാത്തതിന് ആക്രമണം. MDMAക്ക് പണം നൽകാത്തതിനാൽ യുവാവ് മാതാപിതാക്കളെ ആക്രമിച്ചു. നാട്ടുകാർ കൈകാലുകൾ കെട്ടി യുവാവിന്റെ പരാക്രമം അവസാനിപ്പിച്ചു. താനൂർ പോലീസ് യുവാവിനെ ഡി അഡീഷൻ സെന്ററിലേക്ക് മാറ്റി. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിടൽ ഇന്ന്. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീടുകൾ ഒരുക്കുന്നത് 402 ഗുണഭോക്താക്കൾക്ക്. മന്ത്രിമാർക്കും പ്രതിപക്ഷ നേതാവിനുമൊപ്പം പ്രിയങ്ക ഗാന്ധിയും പങ്കെടുക്കും. ആശാവർക്കർമാർ നടത്തുന്ന സമരം 46ാം ദിവസത്തിലേക്ക്. അനിശ്ചിതകാല നിരാഹാര സമരവും തുടരുന്നു. ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള വിവിധ സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരത്ത് ഇന്ന് CITU മാർച്ച്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നിരവധി പ്രതിപക്ഷ പാർട്ടികളും രംഗത്ത്. മറിച്ച് എമ്പുരാന്റെ മാസ് എൻട്രി. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം അവസാനിച്ചു. കേരളത്തിൽ മാത്രം പ്രദർശിപ്പിച്ചത് 750-ലേറെ സ്ക്രീനുകളിൽ. കൊച്ചിയിലെ ആദ്യ ഷോക്കെത്തി മോഹൻലാലും പൃഥ്വിരാജും അണിയറ പ്രവർത്തകരും. റെക്കോർഡുകൾ തകർത്ത ആദ്യ ദിന കളക്ഷൻ. വിദേശ രാജ്യങ്ങളിലും എമ്പുരാൻ ആവേശ വരവേൽപ്പ്. ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ വിളിച്ചു വരുത്താൻ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി. ജഡ്ജിയുടെ മൊഴി രേഖപ്പെടുത്തും. പരിശോധനയ്ക്ക് പിന്നാലെ പണം കണ്ടെത്തിയ സ്റ്റോർ റൂം പൂട്ടി പോലീസ്. സ്ഥലം മാറ്റത്തിനെതിരെ അലഹാബാദ് ഹൈക്കോടതിയിൽ പ്രതിഷേധം തുടരുന്നു.